Doctor, good afternoon and welcome to the show. Doctor, your infections like you പോകുന്നതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. പൾമനോളജിസ്റ്റ് എന്ന് പറയുന്ന അധികം ആരും കേൾക്കാത്ത ഒരു സ്പെഷ്യാലിറ്റി ആയിരിക്കും. എന്തൊക്കെയാണ് ഈ ഒരു പൾമനോളജി സ്പെഷ്യാലിറ്റിയുടെ അടിയിൽ വരുന്നത്? ഈ പൾമനോളജിസ്റ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ശ്വാസകോശം സംബന്ധമായ എല്ലാ രോഗങ്ങളെയും കൈകാര്യം ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റായ ഡോക്ടർമാരാണ് പൾമനോളജിസ്റ്റ് എന്ന് പറയുന്നത്. അത് ഓരോ രാജ്യത്തും ചില വ്യത്യാസങ്ങളുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ റെസ്പിറേറ്ററി മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയും. എന്നാൽ ഈ UK, യൂറോപ്പ് എന്നീ രാജ്യങ്ങളിൽ അവരെ തൊറാസിക് മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയും. എന്നാൽ അമേരിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പൾമനോളജിസ്റ്റും എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് എനിക്ക് തോന്നുന്നു നമുക്ക് ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും അപ്പർ റെസ്പിറേറ്ററി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ തോന്നുന്നു. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഈ ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചത്ത് അകത്തിരിക്കുന്ന ശ്വാസകോശവും അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന കുഴലുകളെയും ഉണ്ടാകുന്ന ഇൻഫെക്ഷനെയാണ് ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. എന്നാൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനസസ്, ഫയറിങ്സ്, അതായത് തൊണ്ടയുടെ പിറകിലിരിക്കുന്ന കുറച്ച് ഏരിയ, അല്ലെങ്കിൽ ലാറിങ്സ്, ട്രക്കിയ, ഇതിന് ലോവർ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മളൊരു ഓരോന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിൻ്റെ കീഴിൽ വരാവുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, സമൂഹത്തിൽ കാണുന്നതിന് വൈറൽ ഇൻഫെക്ഷൻസ് ആണ് ഏറ്റവും കോമൺ. പിന്നീടുള്ളത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്. TB ഇൻഫെക്ഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ചില ട്രോപ്പിക്കൽ കൺട്രീസ് ലൈക്ക് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ആഫ്രിക്ക, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു അണുബാധ ഉണ്ടാകുന്ന ഒരു അവയവമാണ് ശ്വാസകോശം. ഫംഗൽ ഇൻഫെക്ഷൻസ് കൊണ്ടുണ്ടാകാം. അത് ഇമ്മ്യൂൺ, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കുറയുന്ന അവസരങ്ങളിൽ ഇത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത് ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസകോശത്തിൻ്റെ അകത്ത് കുറച്ച് കുഴലുകളുണ്ട്. അപ്പം ഏറ്റവും വലിയ കുഴലിനെ ട്രക്കിയ എന്ന് പറയും. കുറച്ചുകൂടെ അതിൻ്റെ വ്യാസം കുറഞ്ഞ് ഈ ചെടികൾ എങ്ങനെയാണോ കവരങ്ങൾ ഉണ്ടാകുന്നത്, അപ്പോൾ അതുപോലെ ഒരുപാട് കവരങ്ങളുണ്ട്. അതിൽ ട്രക്കിയ കഴിഞ്ഞ അടുത്ത ഒരു ബ്രാഞ്ചിനെയാണ് ബ്രോങ്കസ് എന്ന് പറയുന്നത്. ഈ ബ്രോങ്കസിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ അതിനെ ബ്രോങ്കൈറ്റിസ് എന്ന് പറയും. ഇതിൻ്റെ ഒരു സിംറ്റംസ് എന്തൊക്കെയായിരുന്നു? ഏറ്റവും സാധാരണയായിട്ട് കാണുന്നത് ചുമയ്ക്കുക, അതാണ് ബ്രോങ്കൈറ്റിസ്. ചിലപ്പോൾ കുറച്ച് കഫം ഉണ്ടാകുക, അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും മഞ്ഞ നിറത്തിലാവുക, ഇതിനെ ബ്രോങ്കൈറ്റിസ് എന്ന് പറയും. എന്നാൽ സ്മോക്കിംഗ് കൊണ്ട് ബ്രോങ്കൈറ്റിസ് ഉണ്ടാകാം, അതിനെ നമ്മൾ ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറയും. എയർ പൊല്യൂഷൻ കൊണ്ട് ബ്രോങ്കൈറ്റിസ് ഉണ്ടാകാം. എല്ലാ തരത്തിലുള്ള എയർ പൊല്യൂഷൻ, ഫോഗ്, ഇപ്പോഴത്തെ രാവിലേക്കാണെങ്കിൽ കുറച്ച് ഫോഗ് കാണാറുണ്ട്. മഞ്ഞല്ല, ഇവിടെ നമ്മൾ കാണുന്നത് ഫോഗാണ്. അറ്റ്മോസ്ഫിയറിലെ ഹ്യൂമിഡിറ്റി, അന്തരീക്ഷത്തിലെ ഈ ഈർപ്പം, അതുപോലെ ഡസ്റ്റ്, ഈ പൊള്യൂട്ടൻസ്, വെഹിക്കിളിലുണ്ടാകുന്ന പൊള്യൂട്ടൻസ്, ഇതെല്ലാം കൂടെ ഒരു സമ്മിശ്രമായ ഒരു അവസ്ഥയെ നമ്മൾ ഫോഗ് എന്ന് പറയും. ഈ ഫോഗ് ശ്വസിക്കുന്നത് കാരണം നമുക്ക് ബ്രോങ്കൈറ്റിസ് ഉണ്ടാകും. ഇപ്പോൾ ഈ ഒരു ഇതുപോലത്തെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ? റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് രാവിലേക്ക് നമ്മൾ കഴിയുന്നതും ഈ പാർക്കിൽ പോകാതിരിക്കുക. ഇത് തണുപ്പ് സീസണാണ്. ഇങ്ങനെയുള്ള തുറന്ന സ്ഥലങ്ങളിൽ കഴിയുന്നത് അവോയ്ഡ് ചെയ്യുക. അഥവാ അങ്ങനെ പോകേണ്ടി വരുന്ന അവസരങ്ങളിൽ ഒരു മാസ്ക് ഉപയോഗിക്കാം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ തണുപ്പ് സമയങ്ങളിൽ, ഏറ്റവും വളരെ തണുപ്പായിട്ടുള്ള സമയങ്ങളിൽ ഏർലി മോർണിംഗ്, അതല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് കുളിക്കാതിരിക്കുക. ഇതാണ് ഏറ്റവും ഒരു വളരെ സാധാരണ ഈ സമയത്ത് പോയി 4 മണിക്ക് എണീറ്റ് കുളിക്കുക, അതല്ലെങ്കിൽ രാത്രി ഒരു 10 മണിക്ക് കുളിക്കുക. ഇതൊക്കെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിന്. അത് മാത്രമല്ല, കുളി മാത്രമല്ല, എയർ കണ്ടീഷനിൽ എക്സ്പോസ് ചെയ്യാതിരിക്കുക. ഫാൻ, വളരെ സ്പീഡിൽ ഫാൻ ഇടുക. ഈ സമയങ്ങളിൽ അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവ് വളരെയധികം കുറയുന്നതാണല്ലോ. അപ്പോൾ നമ്മുടെ ഈ ശ്വാസകോശത്തിൽ
ചില പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള മെക്കാനിസംസ് ഉണ്ട്. ഉം. അതിലൊന്നാണ് എസ്കലേറ്റർ എന്ന് പറഞ്ഞ ഒരു മെക്കാനിസം. ചെറിയ മൈക്രോസ്കോപ്പിൽ ചെറിയ എന്താ പറയുക എയർ പാർട്ടിക്കിൾസ് ഇതിങ്ങനെ വയലിലെ നെൽച്ചെടികൾ എങ്ങനെയാണോ കാറ്റത്ത് വീശുന്നത് ഉം. അതുപോലെ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും. ഉം. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ടെമ്പറേച്ചർ കുറയുന്ന സമയങ്ങളിൽ ഈ ഈ വീശലുണ്ടാകുകയില്ല, ഈ ഓക്കെ. മൂവ്മെൻറ്റ് ഓഫ് എയർ. ഓക്കെ. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ള മ്യൂക്കസ് പോലത്തെ ഒരു ലെയറുണ്ട്. ഉം. ഇതിങ്ങനെ എസ്കലേറ്റർ പോലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്തെങ്കിലും പാർട്ടിക്കിൾ അല്ലെങ്കിൽ വൈറസ്, ബാക്ടീരിയ ഉം. ഇതൊക്കെ എന്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഭാഗത്തു നിന്ന് മാറ്റിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ ഈ എപ്പോഴാണോ നമ്മൾ ഈ അവസരങ്ങളിൽ ഇങ്ങനെ എക്സ്പോസ്ഡ് ആകുന്ന സമയത്ത് ഈ മെക്കാനിസം പ്രവർത്തിക്കില്ല. ഓക്കെ. അതുമൂലം അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു, ഓക്കെ. അവിടെ ഒരു നാശം സംഭവിക്കുന്നു, അതിനൊരു ക്ഷതമേൽക്കുന്നു, ഉം. അവിടെ ഒരു നീരുണ്ടാകുന്നു, ഉം. അവിടെ ബാക്ടീരിയ വളരാൻ തുടങ്ങുന്നു. അത് ചിലപ്പം ന്യൂമോണിയയിലേക്ക് അവസാനം. ചില സമയത്ത് ഡോക്ടർ ഈ മ്യൂക്കസിന്റെ കളർ ചേഞ്ചിങ് ആയിട്ടുള്ള അതെ. ഒരു അവസ്ഥ കാണുന്നുണ്ടല്ലോ, അതെന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഈ മ്യൂക്കസ് ചേഞ്ച് ചെയ്യുന്നത് വെള്ള കളറിൽ നിന്ന് കട്ടി പിടിക്കുക, കുറച്ച് ദിവസം ഏതാനും മണിക്കൂറോ ഉം. 1-2 ദിവസം കഴിഞ്ഞ് അതൊരു മഞ്ഞ കളറാവുക ഉം. അല്ലെങ്കിൽ ഗ്രീൻ കളറാവുക. അതിൻ്റെ അർത്ഥം ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടായി എന്നുള്ളതാണ്. ഓ. സാധാരണയായിട്ട് അതൊരു വൈറസ് ഇൻഫെക്ഷനായിട്ട് തുടങ്ങും. ഓ. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷനായിട്ട്. അപ്പൊ അത് കൂടി എന്നാണ് അതിന്റെ കളർ ചേഞ്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് കണ്ടേജിയസ് ആണോ? റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് എല്ലാം മിക്കവാറും കണ്ടേജിയസ് ആണ്, ഓക്കെ. പ്രത്യേകിച്ച് വൈറസ് ഇൻഫെക്ഷൻ. ഓ. അപ്പം നമുക്കത് തടയാൻ പറ്റും. ഉം. ഒന്ന്, അതുണ്ടായിരിക്കുന്ന ആൾ മാസ്ക് ഉപയോഗിക്കണം. ഓക്കെ. നമ്മുടെ ഈ നാട്ടിൽ പണ്ടൊക്കെ പിള്ളേരെയൊക്കെ ശീലിപ്പിക്കും, ചുമയ്ക്കുമ്പോൾ ഉം. വായി മൂടി ചുമയ്ക്കുക. അതെ. എന്നാൽ ഇപ്പം അങ്ങനെയുള്ള പഠിപ്പീരുകളൊന്നും നമ്മൾ കാണുന്നില്ല സ്കൂളിലും. അപ്പം പലപ്പോഴും ഞാനിങ്ങനെ അതിശയിക്കാറുണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഈ ചുമയ്ക്കുമ്പോൾ വാ മൂടിയിട്ട് ചുമയ്ക്കുക നമ്മൾ വീട്ടിൽ പറയാറുണ്ട്, സ്കൂളിൽ പഠിക്കാറുണ്ട്. അതെ. അപ്പം ഇങ്ങനെയുള്ളതൊന്നും ഇപ്പം നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് അതോ സ്കൂളുകളിലോ ഒന്നും ഇതിനെക്കുറിച്ച് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇത് കാരണം പലപ്പോഴും മുഖത്ത് നോക്കിയായിരിക്കും ചുമയ്ക്കുന്നത്. അതെ. ഈവൻ ഞങ്ങളുടെ ക്ലിനിക്കിൽ തന്നെ ഡോക്ടറുടെ മുഖത്ത് നിന്നാണ് ചുമയ്ക്കുന്നത്. പലപ്പോഴും കണ്ടോ എൻ്റെ ചുമയെന്ന് ആയിരിക്കും. പക്ഷെ അത് അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിലും വീട്ടിലും ഈ ചുമ പടരുന്നത്. ഡോക്ടർ ചുമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ പറയുമല്ലോ ഡ്രൈ കഫാണ്, വെറ്റ് കഫാണ് എന്നൊക്കെ പറയുള്ളൂ. എന്താണ് അതിൻ്റെ ഒരു വ്യത്യാസം? സാധാരണയായിട്ട് ഈ ഡ്രൈ കഫാണ് ഈ വൈറസ് ഇൻഫെക്ഷൻസ് സാധാരണ ഉണ്ടാക്കുന്നത്. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവിടെ ഈ അണുബാധ വർദ്ധിക്കുമ്പോൾ അവിടെ നീരുണ്ടാകും. അപ്പം അതിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമായിട്ട് കഫം ഉണ്ടാകും. അപ്പം അപ്പോഴെന്ത് ചെയ്യും, വെറ്റായിട്ട് മാറും. ഡോക്ടർ, ഈ ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് നമ്മൾ കുറച്ചൊന്ന് ഇഗ്നോർ ചെയ്താൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് അതുകൊണ്ട് നമുക്ക് വരാവുന്നത്? ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് പനിയൊന്നും ഇല്ലെങ്കിലും അത് വലിയൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കണ്ട. പക്ഷേ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ സാധാരണ ഒരു 3-4 ദിവസം കൊണ്ട് അവസാനിക്കും. എന്നാൽ അതൊരു 4 ദിവസം, 5 ദിവസം, 6 ദിവസത്തിൽ കൂടുതലൊക്കെ നിൽക്കുകയാണെങ്കിൽ ചുമയുടെ ഇൻറ്റൻസിറ്റി വർദ്ധിക്കുക, കഫം കൂടുതലായിട്ടുണ്ടാവുക, ക്ഷീണം തോന്നുക, ഇടയ്ക്ക് കുളിര് തോന്നുക, പനി തോന്നുക, ഈ കഫത്തിലുണ്ടാകുന്ന വ്യത്യാസം, അതായത് മഞ്ഞ അല്ലെങ്കിൽ ഗ്രീൻ ആവുക, ചെസ്റ്റ് പെയിൻ ഉണ്ടാവുക, ശ്വാസത്തിന് തടസ്സം ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ അതൊരു കോംപ്ലിക്കേഷനിലേക്ക് പോവുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷനാണ് ന്യൂമോണിയ. അപ്പോൾ ന്യൂമോണിയ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ന്യൂമോണിയ വർദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പ്ലൂറ എന്ന് പറയുന്ന ഒരു ആവരണമുണ്ട് ലങ്സിന് ചുറ്റുമായിട്ട്. ആ ആവരണത്തെ ബാധിക്കുകയാണെങ്കിൽ അതിനെ പ്ലൂറസി എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം കെട്ടാം. അതിനെ നമ്മൾ പ്ലൂറൽ എഫ്യൂഷൻ എന്ന്. ഡോക്ടർ, നമുക്ക് ന്യൂമോണിയനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ എന്താണ് ന്യൂമോണിയ? ന്യൂമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസകോശത്തിലെ അറകളിലുണ്ടാകുന്ന വെള്ളക്കെട്ടിനെയാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. ഈ ശ്വാസകോശത്തിൽ അറകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേനീച്ചക്കൂട് പോലുള്ള ഒരുപാട് അറകളുണ്ട്. ഇതുവഴിയാണ് എയർ, ഓക്സിജൻ നമ്മുടെ ശരീരത്തിനകത്തേക്ക് രക്തത്തിലേക്ക് കടന്നിട്ട് ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും വരുന്നത്. അപ്പോൾ
മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്വാസകോശം, ലങ്സാണ്. പലർക്കും ഈ ലങ്സിനെക്കുറിച്ച് വളരെയധികം അജ്ഞതയുണ്ട്. കാരണം നെഞ്ചത്ത് രണ്ട് ഭാഗത്തിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഈ പാർട്ടാണ് ശ്വാസകോശം അല്ലെങ്കിൽ ലങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ഏത് രോഗമായിരുന്നാലും ശരി, അത് ഇൻഫെക്ഷൻ ആവാം, അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ആവാം. എന്താ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓക്സിജൻ ശരിയായിട്ട് അകത്ത് വരിക. ഓക്സിജൻ അകത്തേക്ക് കടക്കുന്നില്ലെങ്കിൽ, രക്തത്തിലേക്ക് കടക്കുന്നില്ലെങ്കിൽ ഓക്സിജൻ്റെ അളവ് കുറയും, ഓക്സിജൻ്റെ സ്ട്രെസ്സാവും. അപ്പോൾ അതുമൂലം ബാക്കിയുള്ള അവയവങ്ങളുടെ പ്രവർത്തനം ബാധിക്കുന്നു. സമ്മർദ്ദം കൂടാം, ഹാർട്ടിൻ്റെ പ്രവർത്തനം ബാധിക്കാം, തലച്ചോറുകളുടെ പ്രവർത്തനത്തെ ബാധിക്കാം. അങ്ങനെ പല പല കാരണങ്ങളും ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ശ്വാസകോശത്തെ വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു അവയവമാണ്. അപ്പോൾ പൊല്യൂഷൻസ്, സ്മെല്ല്, കെമിക്കൽ പെർഫ്യൂംസ്, അത്തർ, ഊത്, ഇതൊക്കെ നമ്മുടെ ശ്വാസകോശത്തെ വളരെയധികം ക്ഷതമേൽപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ. പലപ്പോഴൊക്കെ ഇത് നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവയ്ക്കും. ഇതൊക്കെ ശ്വാസകോശ രോഗങ്ങൾക്ക് വളരെ ആഘാതം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളൊരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ന്യൂമോണിയ ആയിരിക്കുന്നു എന്ന് നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ, അതോ നമ്മളൊരു ഡോക്ടറെ കാണുമ്പോഴാണോ അത് മനസ്സിലാവുക? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കഫത്തിൽ കളർ മാറുക, ക്ഷീണമുണ്ടാകുക, പനിയുണ്ടാകുക, അത് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണുക. ഡോക്ടർ, ഈ ഒരു സമയത്ത് ഇൻഫ്ലുവൻസ അല്ലാതെ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ്. എന്താണ് ഇൻഫ്ലുവൻസ? അത് നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ ഇൻഫ്ലുവൻസ നമ്മൾ കാണുന്ന പല ടൈപ്പ് ഉണ്ട്. സാധാരണയായിട്ട് നമ്മൾ പറയുന്നത് ഇൻഫ്ലുവൻസ വൈറസ്, അത് എ, ബി, സി ഇങ്ങനെയുള്ള ടൈപ്പുകളുണ്ട്. ഈ വൈറസുകൾ അന്തരീക്ഷത്തിൽ ഈ കാലാവസ്ഥ വ്യതിയാനങ്ങളെ കാരണങ്ങളാൽ ഇതിങ്ങനെ ചില സന്ദർഭങ്ങളിൽ കൂടുതലായിട്ട് സമൂഹത്തിൽ കാണുന്നു. അത് സ്കൂളുകളിലാവാം, ഓഫീസുകളിലാവാം, വീട്ടിലാവാം. ഇതിങ്ങനെ പടർന്നു പിടിക്കുന്ന ഒരു രോഗമാണ്. ഇൻഫ്ലുവൻസ എ ഓർ ബി ആണെങ്കിലും നല്ല ശരീരത്തിൽ നല്ലപോലെ പനി ഉണ്ടാവുക, കുളിരുണ്ടാവുക, കഫം കൂടുതലായിട്ട് വരിക. സാധാരണയായിട്ട് നമ്മൾ കാണുന്നത് ഈ ഡ്രൈ കഫായിട്ട്, അത് പിന്നെ ഗ്രാജുവലായിട്ട് അത് ഡിറ്റോറിയേറ്റ് ചെയ്തിട്ട് ചില സമയം വോമിറ്റിംഗ് വരാം, ചിലർക്ക് ഡയറിയായിട്ട് വരാം, നല്ല തലക്കനം അല്ലെങ്കിൽ തലവേദന, കണ്ണിന് ചുറ്റും വേദന, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. നമുക്ക് എങ്ങനെ ഇതിനെ പ്രിവെന്റ് ചെയ്യാം? അത് തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാസ്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഡോക്ടർ, ഇതിന് വാക്സിനേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇൻഫ്ലുവൻസ വാക്സിനേഷൻസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എടുക്കേണ്ട ആവശ്യകത? തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് പിള്ളേരിൽ, ഹാർട്ട് രോഗികളിൽ, ഡയബറ്റീസ് ഉള്ളവർക്ക്, ആസ്മയുള്ളവർക്ക്, COPD എന്ന രോഗമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് എടുക്കേണ്ടതാണ്. അത് ഒരു പരിധി വരെ ഈ അണുബാധയെ പ്രിവെൻറ്റ് ചെയ്യും. എന്നാൽ മറ്റു വൈറസുകളെ പ്രിവെൻറ്റ് ചെയ്യില്ല. ഇൻഫ്ലുവൻസ അല്ലാത്ത ഒരുപാട് അണുക്കളുണ്ട്. പാരാ ഇൻഫ്ലുവൻസ വൈറസ്, റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ്, അഡിനോ വൈറസ്, ഇതൊക്കെ ഇതിന് ഉദാഹരണം. ഡോക്ടർ, കുട്ടികളിൽ കോമൺ ആയി വരുന്ന റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്താ? റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ്, റൈനോ വൈറസ്, പാരാ ഇൻഫ്ലുവൻസ വൈറസ്, ഇതൊക്കെ ഇൻഫ്ലുവൻസ വൈറസ്, ഇതൊക്കെയാണ് കുട്ടികളിൽ സാധാരണയായിട്ട് കാണുന്നത്. കുട്ടികളിൽ ഈ മുതിർന്നവരെക്കാളും കൂടുതലായിട്ടുള്ള പ്രശ്നമായിട്ട് വരുന്നതാണ് ബ്രോങ്കിയോളൈറ്റിസ്. അത് ഈ ബ്രോങ്കിയൈറ്റിസും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോങ്കസിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതേസമയം ബ്രോങ്കിയോളൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കനം കുറഞ്ഞ കുഴലുകളെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മളുടെ അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ എങ്ങനെയായിരിക്കും കുട്ടികളിൽ? ചുമയുണ്ടാവുക, വീസ് അല്ലെങ്കിൽ കുറുങ്ങൽ, ശ്വാസ തടസ്സം, ശ്വസിക്കുന്നതിൻ്റെ റേറ്റ് കൂടുക, പനിയുണ്ടാവുക, കുത്തിയുള്ള ചുമ, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണം. ഡോക്ടർ, അതേപോലെ തന്നെ കുട്ടികളിലും വലിയവരിലൊക്കെ അലർജീസ് നമുക്ക് ഈ ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആയി കണക്ട് ചെയ്ത് പറയാൻ പറ്റുമോ അതിനെ? റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അലർജീസും കുറച്ച് കണക്ഷൻ ഉണ്ട്. പ്രത്യേകിച്ച് അലർജി ഉള്ളവർക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ കൂടുതലായിട്ട് കാണാം.
ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ അലർജി കൂടുതലായിട്ട് വേഴ്സാവും. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളുടെ ഇൻറ്റൻസിറ്റി വളരെയധികം കൂടും. അപ്പോൾ ഈ ഒരു അലർജി ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അലർജി ആണെന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? ഇപ്പോൾ പേഷ്യൻസിന് ഡോക്ടറെ അടുത്ത് പോവാതെ തന്നെ നമുക്കിത് അതിനോട് കണക്റ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അതോ ഒരു ഡയഗ്നോസിസ് കൂടെ മാത്രമേ മനസ്സിലാക്കാൻ ഈ അലർജി ഉള്ളവർക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ ഉണ്ടായ ഒരു പുതിയതായിട്ടുണ്ടായ ഒരു ആഘാതമെന്ന് മനസ്സിലാക്കാം. പക്ഷേ പലപ്പോഴും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ട് പലർക്കും അലർജി കാണാറുണ്ട് പിന്നീട്. കാരണം റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ശേഷം ഈ ശ്വാസകോശത്തിൽ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ കുഴലിൻ്റെ അകത്തുണ്ടായിരിക്കുന്ന ഈ ആവരണങ്ങൾക്ക് ഉണ്ടാകുന്ന ക്ഷതം കാരണം ഈ അലർജൻസ് അകത്തേക്ക് കിടക്കുകയും കോശങ്ങളുടെ അകത്തേക്ക് കിടക്കുകയും അത് പിന്നീട് അലർജിയായിട്ട് മാറും. ഡോക്ടർ, അതുപോലെ കുട്ടികളിൽ നമ്മൾ അഡിനോയിഡ്സിനെ കുറിച്ച് കാണുന്നുണ്ടല്ലോ കുട്ടികളിൽ, അതിനെ കുറിച്ച് പറയുമോ? ഈ അഡിനോയിഡ്സും ഈ ടോൺസിൽസും ഒക്കെ ഒരു ലിംഫോയിഡ് ഉണ്ടാക്കുന്ന ഒരു കോശങ്ങളാണ്. അത് നമ്മുടെ ഈ വായ്ക്കകത്ത് ഒരു ലെയറായിട്ട് കാണുന്നതാണ്, സർക്കിളായിട്ട്. അതൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമായിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. പക്ഷെ കൂടെ ഉണ്ടാകുന്ന വൈറസ് ഇൻഫെക്ഷൻസ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, അലർജീസ്, ഇത് കാരണം ഇതങ്ങ് വലുതാവും. എന്നിട്ടത് ശ്വാസത്തിന് തടസ്സം ഉണ്ടാക്കും. അത് ചുമയുണ്ടാക്കും, കുട്ടിയുടെ വളർച്ചയെ ബാധിക്കും. അങ്ങനെയാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൂടെ ഉണ്ടാകുന്ന റെസ്പിറേറ്ററി ഇൻഫെക്ഷനാണ് അഡിനോയിഡ്സിൻ്റെ പ്രധാനപ്പെട്ട. ഡോക്ടർ, അതുപോലെ തന്നെ വേറെ എന്തൊക്കെ റെസ്പിറേറ്ററി, ഇതിപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞ ഈ ഒരു ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ, അതല്ലാതെ വേറെ എന്തൊക്കെ റെസ്പിറേറ്ററി ഡിസീസസ് ആണ് നമുക്ക് ജനറലി? റെസ്പിറേറ്ററി ഡിസീസസ് ഇൻഫെക്ഷനുമായിട്ട് അഫക്റ്റ് ചെയ്തതാണോ അതോ ജനറലി റെസ്പിറേറ്ററി ഡിസീസസ് വേറെ എന്തൊക്കെയാണ് വരുന്നത്? റെസ്പിറേറ്ററി ഡിസീസസ് ഓർ ഇൻഫെക്ഷൻസ്? ബോത്ത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വൈറസ് ആയിരിക്കാം, ബാക്ടീരിയ ആയിരിക്കാം. ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ ന്യൂമോകോക്കൽ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ന്യൂമോകോക്കൽ വാക്സിൻ എടുക്കാറ് പറയാറുണ്ട്. അത് ഈ ബാക്ടീരിയൽ ന്യൂമോണിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ന്യൂമോകോക്ക് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ്. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ഒരു വേറൊരു ബാക്ടീരിയ ഉണ്ട്. ഇതൊക്കെ വളരെ കോമൺ ആണ്. ഇതുമൂലം ബാക്ടീരിയൽ ന്യൂമോണിയാസ് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെയൊക്കെ ഈ പ്രസൻറ്റേഷൻസ് ഏതൊക്കെയാണോ ബാക്ടീരിയ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഈ രോഗലക്ഷണങ്ങളും മരുന്നുകളുടെ ആൻറ്റിബയോട്ടിക്സിൻ്റെ വ്യത്യാസം. അപ്പോൾ അതാണ് ബാക്ടീരിയൽ കോമൺ ആയിട്ട് പറയുന്നത്. പിന്നീടുണ്ടാകുന്നതാണ് TB, ട്യൂബർക്കുലോസിസ്. ട്യൂബർക്കുലോസിസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻസ് അല്ലെങ്കിൽ ഏഷ്യൻ കൺട്രീസിലുള്ളവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫെക്ഷനാണ് ട്യൂബർക്കുലോസിസ്. അത് കോശങ്ങളെ അഫക്റ്റ് ചെയ്യുകയും ശ്വാസകോശത്തിൽ ദ്വാരം ഉണ്ടാകുകയും അതുമൂലം ബാക്ടീരിയ അതിൻ്റെ അകത്ത് കടന്നിട്ട് മറ്റ് പല അവയവങ്ങളിലേക്ക് അത് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് TB ഇൻഫെക്ഷൻ. നേരത്തെ പറഞ്ഞ പോലെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ഉള്ള ആൾക്കാർക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകും. ഇതൊക്കെ ജനറലി നമ്മുടെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആയിട്ട് പറയുന്നത്. ഈ ഒരു മേഖലയിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അസുഖമാണല്ലോ ആസ്മ എന്ന് പറയുന്നത്. ഈ ആസ്മ ശരിക്കും എന്താണ്? ഈ ആസ്മ ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്ന രോഗികളിൽ അതിൻ്റെ ആഘാതം വളരെ കൂടുതലാണ്. ആസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസകോശക്കുഴലിലുണ്ടാകുന്ന നീരാണ്. ആ നീര് ഈ ശ്വാസകോശക്കുഴൽ സങ്കോചിക്കുമ്പോൾ അതിൻ്റെ വ്യാസം കുറയുമ്പോൾ ശ്വസിക്കാനുള്ള പ്രയാസം വരുന്നു. അത് കാരണം രോഗി വളരെ ബുദ്ധിമുട്ടുകയും കുറുകുറുപ്പുണ്ടാകുകയും ചെയ്യുന്നു. കാരണം ഈ വായു അകത്തേക്ക് കടന്നു പോകുന്നതിന് ചില തടസ്സം ഉണ്ടാകും. അതിൻ്റെ കൂടെ ഈ മ്യൂസിക്കൽ സൗണ്ട് പോലെ കുറു എന്നൊക്കെ കേൾക്കാം. അതിനിങ്ങനെ പല പല ഫ്രീക്വൻസിയിൽ പല ഏതൊക്കെയാണോ കുഴലിനെ ബാധിക്കുന്നത് അതിനനുസരിച്ച് അതിൻ്റെ സൗണ്ടും കുറുകുറുപ്പിൻ്റെ ആ ഫ്രീക്വൻസി അല്ലെങ്കിൽ പിച്ചും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ കഫം ഉണ്ടാകാം.
ഈ കഫം ഇൻഫെക്ഷൻ ബാധിച്ചിട്ട് അതിൻ്റെ മഞ്ഞ കളറായിട്ട് മാറാം. വളരെയധികം ശ്വാസകോശക്കുഴലിൽ നീര് ഉണ്ടാകുകയാണെങ്കിൽ വളരെയധികം ശ്വാസത്തിൻ്റെ ഓക്സിജൻ കുറയുകയും ചില സമയം ബ്ലൂ കളറാവുകയും രോഗിക്ക് നടക്കുന്നതിന് പ്രയാസം, സംസാരിക്കുന്നതിന് പ്രയാസം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടാം. പ്രത്യേകിച്ച് ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉള്ളവരിൽ ഉണ്ടാകുമ്പോൾ ആസ്മ രോഗികളിൽ ഇങ്ങനെ ഈ അവസ്ഥയിലേക്ക് ഒരു ഇൻറ്റൻസീവ് കെയർ ആവശ്യം നേരിടുന്ന ഒരവസ്ഥയിലേക്ക് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആസ്മ രോഗികളിൽ പ്രത്യേകിച്ച് ഈ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലൂ വാക്സിൻസ് ഒക്കെ എടുക്കേണ്ടതാണ്. അഥവാ ഈ ഇൻഫെക്ഷൻ ബാധിച്ചു എന്ന് തോന്നുകയാണെങ്കിൽ അത് ഇൻഫ്ലുവൻസ തന്നെ വേണമെന്നില്ല. ഈ സാധാരണയായിട്ട് നമ്മൾ നേരിടുന്ന റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ്, അല്ലെങ്കിൽ തുമ്മലുണ്ടാക്കുന്ന ചെറിയ റൈനോ വൈറസ് എന്ന് പറയും. ഇങ്ങനെ തുമ്മലുണ്ടാകുമ്പോഴും മനസ്സിലായിക്കൊള്ളണം ഏതാണ്ട് ഒരു ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ട്. അത് അലർജി ആണോന്നില്ല. തുമ്മൽ ബാധിക്കുമ്പോഴും അലർജി ഉണ്ടാകാം, അതിന് അലർജിയുടെ ലക്ഷണമാണ്. പക്ഷേ അണുബാധ ഉണ്ടാകുമ്പോഴത്തേക്കും തുമ്മലുണ്ടാകാം. 2 ദിവസം കഴിയുമ്പോഴത്തേക്കും അത് സാധാരണയായിട്ട് അപ്പർ റെസ്പിറേറ്ററി അലർജി എന്ന് പറയുമ്പോഴത്തേക്കും തുമ്മലിലങ്ങ് നിൽക്കും. ചിലപ്പോൾ അത് കുറച്ചൊരു ഫ്ലൂയിഡായിട്ട് മൂക്കിൽ കൂടെ വരാം, അല്ലെങ്കിൽ അത് പിറകെ ഒഴുകാം. എന്നാൽ ഈ വൈറസ് ഇൻഫെക്ഷൻ സൈനസിനെ ബാധിക്കുകയാണെങ്കിൽ അത് വെള്ളം പോലെ അങ്ങ് ഒലിക്കാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് കട്ടി പിടിക്കാൻ തുടങ്ങും. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാവും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മൂക്കിൽ ഉണ്ടാകുന്ന വായുവിൻ്റെ ഫ്ലോയ്ക്ക് ചെറിയ തടസ്സം ഉണ്ടാകും. അപ്പോൾ ഈ ആസ്മയിലും താഴോട്ടുള്ള കുഴലിനെ ഇതേപോലെ നീര് ബാധിക്കാം. അതിന് ചുറ്റുമുള്ള മസിൽസിനെ സങ്കോചിക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ശ്വാസതടസ്സം ആയിട്ടാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത്. ചിലപ്പോഴത് കുത്തിയുള്ള ചുമയായിട്ട് മാറും. ഈ ഡ്രൈ കഫ് ഈ ആസ്മയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. ഈ പലരും ഡ്രൈ കഫിന് പോലെ മെഡിക്കൽ സ്റ്റോറിലും മറ്റു സ്ഥലത്തൊക്കെ പോയിട്ട് കഫ് എന്നതിന് സിറപ്പ് മേടിച്ച് കുടിക്കും. ശരിക്കും പറഞ്ഞാൽ കഫിന് ഒരു പ്രത്യേക സിറപ്പ് ഇല്ല. അത് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ചുമയ്ക്ക് ഒരു മരുന്ന് തരിക എന്ന്. ചുമയുണ്ടാകാനുള്ള കാരണമുണ്ട്. അത് ചിലപ്പം ഫെറിഞ്ചൈറ്റിസ് ആയിരിക്കാം, അല്ലെങ്കിൽ ലാരിങ്സിൻ്റെ ഇൻഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ ഏറ്റവും നേരത്തെ പറഞ്ഞതുപോലെ ആസ്മയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. അപ്പോൾ ഏതാണോ അതിൻ്റെ രോഗം അതിനനുസരിച്ച് അത് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ചുമ മാറും. അതല്ലാതെ ഓരോ സിറപ്പ് മാറ്റി, ഒരു സിറപ്പ് മാറ്റി, അടുത്ത ആഴ്ച അത് വേറെ സിറപ്പ് മാറ്റി, ഇങ്ങനെ ഒരു സിറപ്പ് ഇല്ല. അപ്പോൾ ഈ ഒന്നിൽ കഫം കൂട്ടാനുള്ള മെഡിസിൻ ഉണ്ടാകാം. അതിനെയാണ് ഈ കഫ് സിറപ്പ് എന്നൊക്കെ പറഞ്ഞ് പല ലേബലിൽ നമ്മൾ അറിയുന്നത്. ചുമയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് ഒരു സിറപ്പൊന്നുമില്ല. അതിൻ്റെ എന്താണോ അതിൻ്റെ കാരണം ഉണ്ടാക്കുന്നത് അതിനെ ചികിത്സിക്കുക. അണുബാധയാണെങ്കിൽ അണുബാധയെ ചികിത്സിക്കുക, ആസ്മയാണെങ്കിൽ ആസ്മയെ ചികിത്സിക്കുക, അലർജി ആണെങ്കിൽ അലർജി ചികിത്സിക്കുക. അതാണ് അതിൻ്റെ മാർഗം. അതുപോലെ ചില കുട്ടികളിൽ നമ്മളിപ്പോൾ ജനിക്കുമ്പോൾ തന്നെ ഈ ആസ്മ കുട്ടികൾക്ക് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അത് എന്തെങ്കിലും വേറെ ജനറ്റിക് റീസൺ കൊണ്ടാണ്? മേ ബി പാരൻസിനുള്ളത് കൊണ്ടോ, അങ്ങനെ പ്രഗ്നൻസി ടൈമിൽ അമ്മ യൂസ് ചെയ്ത എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടോ, അങ്ങനെ ആവോ അത്? ഈ ആസ്മ പ്രത്യേകിച്ച് 2 വയസ്സിന് താഴെ ഉള്ളവരിൽ ഡയഗ്നോസ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബ്രോങ്കിയോളൈറ്റിസ് ആയിരിക്കും സാധാരണയായിട്ട് ആസ്മ പോലെ പ്രസൻറ്റ് ചെയ്യുന്നത്. അതായത് ചുമയ്ക്ക് ഉണ്ടാകുക, കുത്തിയുള്ള ചുമ, ശ്വാസത്തിൻ്റെ റേറ്റ് കൂടുക, ശ്വാസതടസ്സം ഉണ്ടാകുക. ഇത് സാധാരണയായിട്ട് ഉണ്ടാകുന്ന ക്ലിനിക്കൽ കണ്ടീഷനെ നമ്മൾ ബ്രോങ്കിയോളൈറ്റിസ് എന്ന് പറയാം. എന്നാൽ ഇങ്ങനെയുള്ള രോഗികളിൽ ഒരു 3-4 വയസ്സ് കഴിയുമ്പോഴത്തേക്കും അത് പലപ്പോഴും ആസ്മയായിട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ബ്രോങ്കിയോളൈറ്റിസ് ചിലപ്പോൾ ആസ്മയാകാം. അത് ശരിക്കും പറഞ്ഞാൽ 2 വയസ്സിന് താഴെയുള്ള പിള്ളേരിൽ ഈ ആസ്മ എന്ന് വിളിക്കുന്നത് ഒരു 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 സ്പെഷ്യൽ ഒരു കോഷനായിട്ട് വേണം നമ്മളത് ലേബൽ ചെയ്യേണ്ടത്. എന്നാൽ അവർക്ക് സാധ്യതയുണ്ട്. എന്നാൽ അവരുടെ മാതാപിതാക്കൾക്കോ അവരുടെ തൊട്ടടുത്തുള്ള ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ അവരുടെ മൂത്ത കുട്ടികൾക്കോ അല്ലെങ്കിൽ അവരുടെ റിലേഷനിലോ അലർജിയോ ആസ്മയോ ഉള്ളവരിൽ ഇങ്ങനെ ചെറിയ കുട്ടികളുടെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അതൊരു ആസ്മയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊരു ജനറ്റിക് ഡിസീസാണ്. പക്ഷെ പലപ്പോഴും ഈ മാതാപിതാക്കൾക്കോ തൊട്ടടുത്തുള്ളവർക്കോ ഇങ്ങനെയുള്ളൊരു ഹിസ്റ്ററി നമുക്ക് കിട്ടിയൊന്നുണ്ടാകില്ല. അതിൻ്റെ അർത്ഥം
ഫാമിലി ഹിസ്റ്ററി ഇല്ല എന്നുള്ളതല്ല. ഓക്കെ. ഇപ്പം ഈ ഏതാണ്ട് ഒരു 10-30 കൊല്ലങ്ങൾക്കിടയിൽ ഈ അലർജിയും ആസ്മയും വളരെയധികം കൂടുതലായിട്ട് കാണുന്നുണ്ട്, പ്രത്യേകിച്ച് പിള്ളേരിൽ. അപ്പോൾ ഈ പലപ്പോഴും ഈ അവരുടെ പാരൻസിനോ മറ്റോ ഇത് ഉണ്ടാകാറില്ല, കാണുന്നില്ല. പക്ഷേ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോഴായിരിക്കും 50-60 വയസ്സാകുമ്പോഴായിരിക്കും പാരൻസിന് ആസ്മയോ അല്ലെങ്കിൽ അലർജിയോ തുമ്മലൊക്കെ ആയിട്ട് കാണുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ഇപ്പോഴത്തെ ആ സാഹചര്യങ്ങളിൽ ഈ കഴിഞ്ഞ 30-40 കൊല്ലങ്ങളായിട്ട്, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 10 കൊല്ലങ്ങളിൽ വളരെ ചെറിയ പിള്ളേർക്ക് അലർജിയും ആസ്മയും കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം അന്തരീക്ഷ മലിനീകരണം തന്നെയാണ്. അതിൻ്റെ കൂടെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും കൂടെ ആകുമ്പോഴത്തേക്കും ഈ ജനിതക ഘടകങ്ങളിലുണ്ടാകുന്ന വ്യത്യാസം ഉണ്ടാകുന്നു. അപ്പോൾ അവരിൽ അത് കൂടുതലായിട്ട് രോഗലക്ഷണങ്ങൾ കാണുന്നു. അതേസമയം മുതിർന്നവരിൽ അതിൻ്റെ ജനറ്റിക് പെനട്രൻസ് കുറവായിരിക്കും. പക്ഷേ ഗ്രാജുവലി അവരും ഇതേ സാഹചര്യങ്ങളിൽ എക്സ്പോസ്ഡ് ആകുമ്പോഴത്തേക്കും, അന്തരീക്ഷമാകാം അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആവാം, അവരിലും അലർജി അല്ലെങ്കിൽ ആസ്മ കൂടുതലായിട്ട് കാണുന്നു. ഡോക്ടർ, അതുപോലെ കുട്ടികളിൽ ചില കുട്ടികൾ നമ്മൾ ഡ്രൈ സ്കിന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിക്കുമ്പോൾ മേ ബി സ്കിൻ റിലേറ്റഡ് അല്ല, അത് കുട്ടിക്ക് അലർജി ഉള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നു. ആ അലർജിക്കും ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും തമ്മിൽ ബന്ധമുണ്ടോ? ഈ സ്കിൻ ഡ്രൈ ആകുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ അറ്റോപ്പി എന്ന് പറയും. അറ്റോപ്പി ഉണ്ടാകുന്ന തുമ്മൽ, ആസ്മ, സ്കിന്നിലുണ്ടാകുന്ന കണ്ടീഷൻസ്, ഇപ്പോൾ ഡ്രൈനെസ് ആവാം, അതല്ലെങ്കിൽ എക്സീമ. ഇതൊക്കെ, അതായത് എക്സീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ശരീരത്തിലെ ത്വക്കിൽ, പ്രത്യേകിച്ച് കാലിൻ്റെ അവിടെ കുറച്ച് ഡ്രൈ ആയിട്ട് പൊട്ടിയിട്ട് വെള്ളം ഒലിക്കുന്ന അവസ്ഥ. അല്ലെങ്കിൽ ശരീരത്തിൽ മുഴുക്കെ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈ ആയിട്ട് വളരെ ഹാർഡായിട്ടുള്ള സ്കിന്നായിട്ട് കാണുക. അതിനെയൊക്കെ നമ്മൾ അറ്റോപ്പി എന്ന് പറയാം. അതും ഒരു ജനറ്റിക് ഇൻഫ്ലുവൻസ് ആണ്. അത് ഈ പാരമ്പര്യമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ അവരിൽ ആസ്മയും തുമ്മലും വളരെയധികം ഇൻ്റർ റിലേറ്റഡ്. അപ്പോൾ അത് ജനറ്റിക് ഡിസീസാണ്. ഇതുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഈ ഏതാണോ, ജനറ്റിക്കാണോ അതോ അലർജിക്കാണോ, അലർജി അല്ലാത്ത കണ്ടീഷനാണോ, അതിനനുസരിച്ച് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ഡോക്ടർ, നമ്മുടെ സമയം ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം നമുക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. കെയർ ആൻഡ് ക്യൂർ സെഗ്മെൻറ്റ് ഇവിടെ അവസാനിച്ചു.